ഈ വിഴിഞ്ഞം തുറമുഖത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ആരുടെ പോർട്ടാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തി നിൽപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ആശംസകൾ നേർന്നുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചരിത്രത്തെ ബോധപൂർവം തിരുത്താൻ ശ്രമിക്കുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം. കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 1991 മുതൽ നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്കെത്തി. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിഴിഞ്ഞം. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസ്, ഇന്ന് രാവിലെ ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു കോവളം MLA M. വിൻസെന്റ്. അതിനുശേഷം അദ്ദേഹവും പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയെ ബോധപൂർവം മറക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വരുന്നു. ഉമ്മൻചാണ്ടി പണ്ട് നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തേക്ക് എത്തുമ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. പ്രതിപക്ഷം കടുത്ത നിലപാടിലാണ്, നേതാവ് വിട്ടുനിൽക്കുകയും ഒക്കെയാണ്. വിവരങ്ങൾ പറയാം ഹാൻസ്. തീർച്ചയായും സേതുലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ആശംസകളും പ്രതിപക്ഷ നേതാവ് നേരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുറമുഖം ആരാണ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പരിപാടി ബഹിഷ്കരിക്കുന്നു. ആകെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് ശശി തരൂർ MP യും അതിനോടൊപ്പം തന്നെ സ്ഥലം MLA ആയിട്ടുള്ള M. വിൻസെന്റ് മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്നു. പക്ഷെ അപ്പോഴും തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന് ആശംസകൾ നേരുകയും പ്രതിപക്ഷ നേതാവ് നേരുന്നു. അതിനോടൊപ്പം തന്നെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പഴയ വാക്കുകൾ 2015 ജൂൺ 8 പ്രതിപക്ഷത്തിന് നൽകിയ നിയമസഭയിലെ മറുപടി പ്രസംഗവും പങ്കുവച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ചരിത്രത്തെ ബോധപൂർവം തിരുത്താൻ ശ്രമിക്കുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നു എന്നുള്ള ഒരു മൂർച്ചയേറിയ വാക്കും വി ഡി സതീശൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടും, നാടിന് സമർപ്പിക്കപ്പെടും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനും ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. സേതു. ഓക്കെ ഹാൻസ്, വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിലേക്ക് തൊട്ടടുത്തെത്തുമ്പോഴേക്കും വിവാദങ്ങൾ ഒന്നും അവസാനിക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ കാലാകാലങ്ങളായി വന്ന എല്ലാ മന്ത്രിസഭകൾക്കും, എല്ലാ മന്ത്രിമാർക്കും, എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒക്കെ വിഴിഞ്ഞത്തിൽ പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഈ ചിന്ത വന്ന കാലം മുതൽ പിന്നീട് അതിൽ വന്ന ഓരോരോ ക്രമങ്ങളും വിഴിഞ്ഞം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് എങ്ങനെയായോ അതിന് ഓരോ മുഖ്യമന്ത്രിമാരും മാറി വന്ന ഓരോ സർക്കാരുകളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഓരോ നേതാക്കളെയും നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുമാണ്.